നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് മഹി കൂടി അറിയേണ്ട കാര്യങ്ങളല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയില് ഈ കാര്യം മഹേട്ടന് അറിയണ്ട. അല്ലെങ്കിൽ തന്നെ മഹേട്ടന് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുകളുണ്ട്. എല്ലാം കൂടി ആ പാവം താങ്ങില്ല. ഗോകുലേട്ടന്റെ കാര്യം സാവകാശം പറയാം. നീ പറഞ്ഞതും ഒരു തരത്തിൽ ശരിയാ. സാവകാശം പറയാം. ഞാനിതെവിടെയാ? എന്റെ കല്യാണം. അയ്യോ, ഇന്നെന്റെ കല്യാണോ? എന്റെ താലി എവിടെ? ശ്രേയ, ഞാനിതെവിടെയാ? നിങ്ങളൊക്കെ ആരാ? ശ്രേയ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? അതെ. എന്റെ അമ്മ, മഹിയേട്ടൻ, അവരൊക്കെ എവിടെ? ടെൻഷൻ ആകണ്ട, എല്ലാരും പുറത്തുണ്ട്. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. എന്താ സിസ്റ്റർ, എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ശ്രേയക്ക് ബോധം വീണിട്ടുണ്ട്. ഈശ്വര, ഞങ്ങൾ ശ്രേയൊന്ന് കയറി കണ്ടോട്ടെ? ഇപ്പൊ പറ്റില്ല. ഞാൻ ഡോക്ടറെ വിളിക്കാനായിട്ട് പോവാം. മേഡം വന്ന് എക്സാം ചെയ്തിട്ട് കയറി കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടല്ലോ. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈശ്വരൻ നമ്മളെങ്ങനെ കൈവിടില്ല. അത് ശരിയാ. ഇത് ശരിക്കും അത്ഭുതം തന്നെയാ. അല്ലെങ്കിൽ കോമയിലാകുമെന്ന് പറഞ്ഞ ശ്രേയക്ക് ബോധം വീഴുവോ? അതെ, ആന്റി പറഞ്ഞതുപോലെ ഈശ്വരൻ ശ്രേയയുടെ കൂടെ തന്നെ ഉണ്ട്. ആ പേഷ്യന്റിനെ നോക്കിയായിരുന്നോ? ഞങ്ങൾക്കൊന്ന് ശ്രേയെ കാണാൻ പറ്റുമോ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ പേഷ്യന്റ് ഒന്ന് കാണട്ടെ. ശ്രേയ, ഹൗ ഡു യു ഫീൽ? എനിക്കെന്താ പറ്റിയത് ഡോക്ടർ? ശ്രേയക്ക് ഒരു ആക്സിഡന്റ് പറ്റി. കുറച്ച് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അതാ ഇവിടെ അഡ്മിറ്റ് ചെയ്തേ. ശ്രേയ ഇപ്പൊ ഓക്കെയാണ്. എന്റെ അമ്മ എവിടെ? മഹിയേട്ടൻ എവിടെ? എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം. പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കെ. അവരെല്ലാരും പുറത്തുണ്ട്. ഇനി ശ്രേയക്ക് എല്ലാവരെയും കണ്ട് സംസാരിക്കാം. ഈ കുട്ടിയുടെ ആളുകളോട് അകത്തേക്ക് വരാൻ പറയൂ. ഓക്കെ ഡോക്ടർ. നിങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. മോളെ ശ്രേയ, സത്യത്തിൽ ഇത് മെഡിക്കൽ മിറാക്കിൾ എന്ന് തന്നെ പറയാം. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞങ്ങള് മോളോടൊന്ന് സംസാരിച്ചോട്ടെ ഡോക്ടർ? അതിനെന്താ? പക്ഷേ ശ്രേയ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുത്. റെസ്റ്റ് വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1-2 ദിവസം കഴിഞ്ഞ് ശ്രേയക്ക് പോവാം. ആ ശരി ശരി ഡോക്ടർ. മോളെ, എന്റെ പൊന്നു മോളെ, നീ കണ്ണു തുറന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? എനിക്കൊരു കുഴപ്പമില്ല. എന്താ സംഭവിച്ചത്? എന്റെ താലി എവിടെ? ശ്രേയയുടെ വിവാഹം നടന്നില്ല. എന്താ? വിവാഹം നടന്നില്ലേ? അതെ മോളെ, മോൾക്ക് ഓർമ്മ കാണില്ല. വിവാഹ സമയത്ത് മഹി താലി കെട്ടാൻ തുടങ്ങിയപ്പോ
അമ്മയ്ക്ക് നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയായിരുന്നു ഇതുവരെ. അതെ, അഥവാ ജീവനോടെ കിട്ടിയാലും കോമ സ്റ്റേജിലാവൂന്നാ ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ എത്ര സ്വപ്നം കണ്ടതായിരുന്നു ഈ വിവാഹം. അത് നടന്നില്ലല്ലോ അമ്മ. വിഷമിക്കാതെ, മോളുടെ അസുഖം മാറിയിട്ട് വിവാഹം നമുക്ക് നടത്താലോ. അതെ മോളെ, നാത്തൂനല്ലേ നിനക്ക് വാക്ക് തന്നിരിക്കുന്നേ. അധികം താമസിയാതെ തന്നെ ആർപ്പാടായിട്ട് വിവാഹം നാത്തൂൻ തന്നെ നടത്തിത്തരും. മഹേട്ടന്റെ ഭാര്യ ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് വയ്യ മോളെ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനാ വലുത്. മഹേട്ടൻ എവിടെ? മഹിക്ക് എവിടെയാ നേരം? മഹി ഫുൾ ടൈം ഗംഗയുടെ കൂടെ അല്ലേ? എന്താ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അതെ മോളെ, ആ ഗംഗയുടെ അഡ്മിറ്റാ. മാളുവിനെ രക്ഷിക്കുന്നതിനിടയില് അവക്കും ചെറിയ പൊള്ളലൊക്കെ പറ്റി. മോള് ടെൻഷൻ ആവണ്ട. മഹിയെ ആന്റി ഇപ്പൊ തന്നെ വിളിക്കാം. മഹിയേട്ടൻ ഇപ്പൊ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗയും കൊണ്ട് പോവാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോ അവരിറങ്ങിയിട്ടുണ്ടാവും. നാത്തൂൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ മോള് കണ്ണു തുറന്നപ്പോഴേ കാണണമെന്ന് പറഞ്ഞത് മഹിയ. അവനെ വേലക്കാരിയെ കൊണ്ട് നടക്കുക. നിങ്ങൾ സമാധാനിക്ക്. മാളുവിന് വേണ്ടിയിട്ടല്ലേ ഗംഗയ്ക്ക് അവസ്ഥ വന്നത്. മഹിക്ക് അതിന്റെ സെന്റിമെന്റ്സാ. എന്തിന്റെ പേരിലായാലും മഹേട്ടൻ എന്നെക്കാൾ പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. മഹിയേട്ടനെ ഗംഗയിൽ നിന്ന് അകറ്റാൻ എല്ലാരും കുറച്ചേറെ ബുദ്ധിമുട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. രേഷ്മൊന്നും മിണ്ടാതിരിക്കെ. വെറുതെ ഈ സമയത്ത് ശ്രേയക്ക് ടെൻഷൻ കൊടുക്കണ്ട. ഇനിയിപ്പോ രേഷ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും ശ്രേയയ്ക്ക് കൂടി അറിയാവുന്ന കാര്യമല്ലേ? അതെ നാത്തൂനെ, വെറുതെ ഇവരെ കുറ്റം പറയണ്ട. ഈ പരാതി എനിക്കുണ്ട്. ഇങ്ങനെയായ എന്റെ മോളെ വിവാഹം കഴിച്ചാലും അവനെ വേലക്കാരിയെ തേടി പോവില്ലെന്ന് എന്തുറപ്പാ? മഹി ഞാൻ പറയുന്ന അനുസരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു പേടിയും വേണ്ട. ശ്രേയയുടെ റെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ മുടങ്ങിപ്പോയി ഇവരുടെ വിവാഹം ഞാൻ നടത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.